നീ എന്നാ ആലോചിക്കുന്നേ? ഞാൻ അവർക്ക് എങ്ങനെ മെസ്സേജ് അയക്കാന്ന് ആലോചിക്കുവായിരുന്നു. ആർക്ക്? ക്രഷ്. ഗൈസ്, നിങ്ങൾ ഇതേപോലെ ചിന്തിക്കുന്നവരാണോ? അപ്പൊ നമ്മള് ഇതിനെ കുറിച്ച് പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആദ്യത്തെ മെസ്സേജ് നമ്മുടെ ക്രഷിന് എങ്ങനെ അയക്കാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക്. ബേബി ക്രഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രഷിന്റെ നമ്പർ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ്. അതിന് മേടിക്കാനായിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ അവരായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് അവർക്കും കൂടി ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേടിക്കാനാണ് ഏറ്റവും നല്ല സമയം. അങ്ങനെ നമ്മൾ മേടിക്കുമ്പോ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ നമ്പർ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഒരു കാര്യത്തിൽ സംസാരിക്കുമ്പോൾ നമ്പർ ചോദിക്കുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് സംസാരിച്ച പോലെ തോന്നുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി വെക്കുക. അതായത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ എങ്ങനെയാണ് അവസാനിക്കേണ്ടത് എന്നുള്ള ഒരു പ്ലാന് നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? മൂന്നാമതായിട്ട് ആദ്യം നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെസ്സേജ് അയക്കാൻ ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ അവര് അങ്ങനെ മെസ്സേജ് അയക്കുമ്പം അവർ എന്ത് പറഞ്ഞാലും ഒരു ചാറ്റിംഗ് തുടരാനായിട്ട് ഒരു ഫോളോ അപ്പ് ചോദ്യത്തിന് നിങ്ങൾ തയ്യാറായിട്ടിരിക്കണം. ഇപ്പം അവരോട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുമ്പോൾ അവരതിന് ഉത്തരം പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എന്തെങ്കിലും ചോദിക്കാനില്ലെങ്കിൽ കോൺവെർസേഷൻ അവിടെ അവസാനിക്കും. സോ നിങ്ങൾ എപ്പോഴും അലേർട്ട് ആയിരിക്കണം ഒരു ക്വസ്റ്റ്യൻ. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ചാറ്റ് ചെയ്തതിൽ അവർക്ക് നമ്മളോട് മിണ്ടാൻ താല്പര്യം ഉണ്ടോന്ന് അതിനകത്തൊന്ന് തികഞ്ഞെന്ന് കണ്ടുപിടിക്കും. അവസാനത്തെ പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ അവർക്ക് മെസ്സേജ് അയച്ചു, അവരുടെ ഉത്തരങ്ങൾ വളരെ ചെറുതായിട്ടാ വരുന്നെങ്കിൽ ഒരു കാര്യം നോക്കണം. പിന്നെ അവരെ ഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കണം, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അവിടെ വെച്ച് നല്ല രീതിയിൽ എന്നാ പിന്നെ കാണാം എന്ന രീതിയിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞ കുറെ ടിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഉറപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും കർഷക കാര്യങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് 100% വർക്കൗട്ട് ആവും. അപ്പം പിന്നെ എന്നാ പറയാനുള്ളത്, ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.